ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ല എങ്കിലും നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ഒരു അച്ചാറുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു അച്ചാർ തന്നെയാണ് ഇന്നും ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ എന്നാലും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക് എന്ത് വെച്ചായിരിക്കും ഞങ്ങളിന്ന് അച്ചാറിടാൻ പോകുന്നതെന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. കണ്ടിട്ടൊരു കുങ്കുമപ്പൂവായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പിന്നെ മുന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഊഹം വയ്ക്കാം. അത്യാവശ്യം എനിക്കിതിൻ്റെ മണം ഭയങ്കര വളരെ ഇഷ്ടമാണ്. നല്ലൊരു മണമാണ്, ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇത് ജാതിക്കായുടെ അകത്തുള്ള ആ ഒരു ജാതിപത്രി വെച്ചാണ് ഇന്ന് അച്ചാറിടുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജാതിക്കായ ഇട്ടപ്പോൾ അമ്മയുടെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ജാതിപത്രിയും കൂടെ ഒന്ന് ട്രൈ ചെയ്തില്ല. ജാതിപത്രി വെച്ച് അച്ചാർ ചെയ്ത് കഴിഞ്ഞാലും വളരെ ഗുണവും വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ജാതിപത്രി പൊതുവേ ആൾക്കാർ എടുക്കാറില്ല, കാരണം അത് മാർക്കറ്റിൽ നല്ല വിലയുള്ളത് കാരണം എല്ലാവരും അത് ഉണക്കി പൈസ ആക്കാറാണ് പതിവ്. അപ്പം നമ്മൾ വിചാരിച്ച് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ടല്ലേ ഉള്ളൂ. എന്തായാലും അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അച്ചാറിൻ്റെ ഐറ്റം ഉണ്ടാകും. പിന്നെ ഒരുപാടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഇത്രയും കുറച്ച് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് ജാതിപത്രി നമ്മൾ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അതാണിപ്പം അച്ചാറിടാനായിട്ട് പോകുന്നത്. അപ്പം അമ്മ വെളുത്തുള്ളിയും അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് കുക്കിങ്ങിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഈ ജാതിപത്രി അച്ചാറിടുന്നതെന്നും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് കഴിയുന്നൊക്കെ ഇടുമ്പോൾ വഴിയെ എല്ലാം പറഞ്ഞു തരാം. പിന്നെ നമ്മുടെ ജാതിക്ക വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായി. വീണ്ടും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാതിക്ക അച്ചാറിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കുള്ളതെല്ലാം അമ്മ അടുത്ത് സ്റ്റെപ്പ് തയ്യാറാക്കാനുള്ള തിരക്കിലും കൂടെയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ കുറച്ച് ജാതിപത്രിയും കൂടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം, അല്ലേ അമ്മേ? നമുക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മളിന്നപ്പോൾ ജാതിപത്രി അച്ചാർ ഉണ്ടാക്കാൻ പോകാണ്. പപ്പാമ്മ അച്ചാർ ഉണ്ടാക്കാൻ റെഡിയാണോ? നമുക്കുണ്ടാക്കാം മോള് വാ. നമുക്ക് ജാതിപത്രി അച്ചാറിടാൻ തുടങ്ങാം മോളെ. ആദ്യമായി സ്റ്റവ് കത്തിക്കാം. വെച്ചു ഇൻഗ്രീഡിയൻസ് ഒക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഓരോ പാത്രങ്ങളിലായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ജാതിപത്രി, ഇഞ്ചി, അതിനാവശ്യമായ വെളുത്തുള്ളി, മുളക്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, കടുക് പൊട്ടിക്കുന്നതിനാവശ്യമായ കടുക്, പിന്നെ ഒരു സ്പൂൺ വിനാഗിരി. ചട്ടി ചൂടായല്ലേ അമ്മ? ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ചാണ് കുറച്ച് സാധനമല്ലേ, കുറച്ച് ഐറ്റം മാത്രം ചെയ്യുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണ അത്രയും കുറച്ചെടുത്താൽ മതി. ജാതിപത്രി കുറച്ചേ എടുത്തിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമുക്ക് ആവശ്യമായി കടുകിട്ട് കൊടുക്കാം. കടുക് കൂടുതൽ ഇടുന്നതുകൊണ്ട് കയ്പൊന്നും വരൂലല്ലോ? കയ്പൊന്നും വരൂല. അച്ചാറുകൾക്ക് കടുക് കൂടുതൽ തന്നെ ഇടേണ്ടത്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില, വീട്ടിൽ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള കറിവേപ്പിലയാണ്. ഫ്രഷ് കറിവേപ്പില ഇപ്പം പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. അതെ. അത് നല്ല മൊരിഞ്ഞതുപോലെ വന്നിട്ടുണ്ടല്ലേ? മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളി. എല്ലാ അച്ചാറുകൾക്കും ഇഞ്ചി നല്ലതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാങ്ങയ്ക്ക് കുറച്ച് ഇത്രത്തോളം ഇടില്ല. മാങ്ങയ്ക്കൊക്കെ ഇടും, കുറച്ചുകൂടെ കുറച്ചേ ഇടുള്ളൂ. ഇതിലെനിക്ക് തോന്നുന്നു ഈ ജാതിക്കാട് നമ്മൾ ഇതും കൂടെ ഇട്ടപ്പോഴാണ് അതിന്റെ ആ ഒരു കടുപ്പം കുറയണത്. ഇതും കൂടെ ഇടണുണ്ടായിരിക്കും. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. പലരും
ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്, വിചാരിച്ചതുപോലെ അല്ല. നമുക്ക് ആ ജാതിക്കയുടെ ആ ഒരു മണം കയറുമെങ്കിലും പക്ഷെ ആ ചവച്ച് കഴിക്കുമ്പോ ഒരു നെല്ലിക്കയൊക്കെ നമ്മള് ചെറുതായിട്ട് കഴിക്കുമ്പോൾ കട്ട് ചെയ്ത് അച്ചാറിടുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റ് ആയിരുന്നു ആ ജാതിക്ക അച്ചാറിട്ട് കിട്ടിയത്. അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കുകയും ചെയ്ത് അടുത്ത് വീണ്ടും കുറച്ചുകൂടെ ഇത് കഴിഞ്ഞിട്ട് അതിനെ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മിക്കവാറും ജാതിപത്രിക്ക് നമുക്ക് അതുപോലെ നല്ല ടേസ്റ്റ് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ജാതിക്ക നമ്മൾ ക്ലിക്കാവോ കൊള്ളായിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇട്ടത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും സൂപ്പറായിരുന്നു. ജാതിപത്രിയും അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങള് അമ്മയടുത്ത് പറഞ്ഞ ആന്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിൽ ഇത് ഉണക്കി കൊടുക്കുമ്പോൾ നല്ല വിലയുള്ള സാധനമാണ്. മുമ്പൊക്കെ ഞാൻ ബിരിയാണിയിലൊക്കെ കിട്ടുമ്പോൾ ഈ സാധനം എടുത്ത് കളയാറാണ് പതിവായിരുന്നത്. കാരണം നമുക്കിതിന്റെ ഗുണമൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ. വെറുതെ എടുത്തിടുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് റെഡി ആയാലേ നമുക്കത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. തുള്ളിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. എണ്ണയിൽ വഴണ്ട് ഏകദേശം ആയില്ല. എല്ലാം നല്ല ബ്രൗൺ കളറായി. നമുക്കതിലൊന്ന് അതിൽ തന്നെ ആ ജാതിപത്രി വന്നിട്ട് ഇളക്കി കൊടുക്കാം. നല്ല കളർ. ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് മാത്രം. അത് ഉപ്പിട്ട് വെച്ചിരുന്നോണ്ടായിരിക്കും അല്ലേ അമ്മ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സൗണ്ട്? ലേശം ഉപ്പ് അതിനെ വെച്ചിരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. എല്ലാ കളറും ഏകദേശം എല്ലാ കളറും അനുസരിച്ച് വന്നിട്ടുമുണ്ട്. കുങ്കുമപ്പൂവൊക്കെ ഇങ്ങനെ കിടക്കും പോലെ ഉണ്ട്. അതിങ്ങനെ നമുക്ക് കുങ്കുമപ്പൂ പോലെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. വാടി വന്നിട്ടുണ്ട്. ഇതിന് മറ്റേ ജാതിക്ക പോലെ ഒരു കട്ടിയില്ലാത്തത് കൊണ്ട് അധിക സമയം കിടന്നാൽ കുഴഞ്ഞു പോവായിരിക്കും അല്ലേ അമ്മ? എനിക്ക് ആവശ്യമായിട്ടുള്ളല്ലേ? കുറച്ച് മതി. നല്ല എരിവ് കാണും. അച്ചാർ കുറച്ചാണെങ്കിൽ എരിവ് മുന്നിട്ട് അച്ചാറൊക്കെ നിൽക്കേണ്ടതാണല്ലോ. അല്പം ഉലുവപ്പൊടി. ഇതിൽ വലുതായിട്ട് പിടിക്കാനില്ല. അപ്പം അതും കായും ഒക്കെ ആവശ്യത്തിന് മതി. പെട്ട അത് കായം അത് കുറച്ചിട്ട് ഇതിലധികം പിടിക്കൂല. ചേർന്ന് വരാൻ മറ്റേ നാരങ്ങ മാങ്ങ ഇതിലൊക്കെ ഉപ്പും കായമൊക്കെ നന്നായിട്ട് പിടിക്കും. നമ്മൾ ഇടുന്ന ദിവസം ടേസ്റ്റ് ഇല്ലെങ്കിലും വേറെ ടേസ്റ്റ് ഉണ്ടാകുന്നു. ഒരു സ്പൂൺ വിനാഗിരി വെച്ചിരുന്നത് അതിനെ കൂടെ ചേർത്ത് അതിനോട് മിക്സ് ചെയ്ത് അമ്മ പിന്നെ പറയാറുണ്ടല്ലോ പപ്പ ഗൾഫിൽ പോയിരുന്നപ്പോഴൊക്കെ അമ്മ ഒരുപാട് അച്ചാർ ഒരുപാട് പല വെറൈറ്റി അച്ചാറുകളാണ് അമ്മ പപ്പയ്ക്ക്. ഗൾഫിലായിരുന്നപ്പോൾ നാരങ്ങ, ഇഞ്ചി, മാങ്ങ, കാരയ്ക്ക, ലെവലോലി ഇങ്ങനെ പല അച്ചാറുകളും പുളിഞ്ചി ഇതൊക്കെ അത് ഉണക്കിയും അല്ലാതെ രണ്ട് ടൈപ്പായിട്ടല്ലേ? അങ്ങനെ ഇടും. വാട്ടും നല്ല ഉണക്കി ഡ്രൈ ആക്കിയതിന് ശേഷവും അല്ലാതെ പിന്നെ ചമ്മന്തിപ്പൊടി, ഇടി ചമ്മന്തി, മീൻ ചമ്മന്തി, നൊത്തോലി മീനിന്റെ ചമ്മന്തി ഉണ്ടല്ലോ, നമുക്കിനി വാങ്ങിക്കാം. ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവും. എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാവും. അപ്പൊ ഈസി കുക്കിംഗ് നോക്കുന്നവർക്കൊക്കെ പറ്റിയ ഇതിന് ഒട്ടും വെള്ളം ചേർന്നിട്ടില്ല. ഇതിങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഹയ എത്തിയിട്ടുണ്ട്. ഇൻട്രോ പറഞ്ഞിട്ട് ഹയതാ വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ്. ഹയ മണം വരുന്നുണ്ട്. ഹയ എന്തിന്റെ മണം? ജാതിപത്രിയുടെ മണം വരുന്നുണ്ടാ? പപ്പാമ്മ ഉണ്ടാക്കുന്ന അച്ചാർ ടേസ്റ്റി ആണ്. നമുക്ക് ഹയക്ക് എന്ത് കളറാ അത്? റെഡ് കളറായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടോ? മണം വരുന്നുണ്ടോ? ഇഷ്ടമുള്ള മണമാണോ? പിന്നെ വന്നിട്ട് കഴിക്കോ? എവിടെ പോയിട്ട്? എവിടെ പോവാൻ പോവാ? രാത്രി ലൈറ്റ് കണ്ട് കഴിഞ്ഞിട്ട് വന്ന് കഴിക്കും. ഹയ ഒരു പള്ളിയില്
അപ്പൊ ഒരു പള്ളിയിൽ ലൈറ്റ് വേണം, അതാണ് ധൃതി. അപ്പൊ അച്ചാറായിട്ടുണ്ട്. അമ്മ അതൊക്കെ ഇറക്കി തരാം. ഹയക്ക് എരി പൊതുവെ അലർജിയാണ്, എന്നാലും പപ്പാമ്മയുടെ അച്ചാർ കണ്ടപ്പോ കഴിക്കണമെന്നാണ് ഹയ പറയുന്നത്. ചൂടാണ് മോളെ വെച്ചെന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഹയക്ക് കഴിച്ചത് ഇഷ്ടമായോ? ഹയയുടെ വായിൽ കിടക്കുന്നുണ്ട് അവിടെ. ഹയ അച്ചാർ കഴിച്ചോണ്ടിരിക്കണ. ആ ജാതി പത്രി അച്ചാറ് മോള് കഴിച്ചു നോക്കിക്കേ. സൂപ്പർ. എനിക്ക് പൊതുവെ സ്പൈസസ് ഇഷ്ടമാണ്. അപ്പൊ നല്ലൊരു നന്നായിട്ടുണ്ട്, നല്ല മണമുണ്ട്. എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഉടനെ വരും. സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ബൈ ബൈ.